ഗ്രോസറിയെല്ലാം വാങ്ങി വന്നു കഴിഞ്ഞാൽ അത് മെയിനായിട്ടും അറേഞ്ച് ചെയ്ത് വെക്കുന്ന കേട്ടോ മെയിൻ ടാസ്ക്. കാരണം ഞാൻ ഇത്രയും നാൾ താമസിച്ചാൽ ഏറ്റവും ചെറിയൊരു സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ ആദ്യത്തെ സ്റ്റുഡിയോയും കൂടെയാണ് കേട്ടോ. എനിവേ, അപ്പോൾ ഇത്രയും നാളും വലിയ കിച്ചണിൽ നിന്നും ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു റൂമിലേക്ക് കിച്ചൺ ഇൻക്ലൂഡഡ് ആയി വന്ന സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും അറേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രശ്നങ്ങളും, പിന്നെ രണ്ടാൾക്കാരുടെ സാധനങ്ങളൊക്കെ വെക്കുമ്പോഴേക്കും സ്പേസ് ഭയങ്കര കോമ്പാക്റ്റ് ആട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ പ്രാവശ്യം പോകുമ്പോഴും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നമ്മളിപ്പോൾ റെഗുലറായിട്ട് വാങ്ങിക്കാറുണ്ട്. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഒരു വട്ടം വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ സാമ്പാർ അങ്ങ് ഓടിക്കോളും. പിന്നെ അബ്രോഡ് നിൽക്കുന്ന എല്ലാവരും റെഫർ ചെയ്യുന്നത് പോലെ തന്നെ ഷാൻജിയോ ചേട്ടനാണ് എൻ്റെയും ഗുരു എന്ന് പറയുന്നത്. ഇവൻ ദോ വലിയ കറക്റ്റ് പെർഫെക്റ്റ് ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കില്ലെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. എനിവേ, ഫൈനൽ ഔട്ട്പുട്ട് അത് സാമ്പാർ പോലെ ഇരിക്കാറുണ്ട്. ഞാൻ അതിനെ സാമ്പാർ എന്ന് തന്നെയാണ് ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഇപ്പം എൻ്റെ ഒരു ക്രേസാണ്, നമുക്ക് തീരെ സ്പേസ് ഇല്ല, പക്ഷേ വേറെ ചെടിയൊക്കെ വാങ്ങി വെക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ മിൻറ്റും മല്ലിയിലയൊക്കെ പോട്ടോടെ വാങ്ങിക്കും. ലൈവായിട്ടുള്ള ചെടി വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് കിട്ടാറുണ്ട്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതൊന്നും കൺസ്യൂം ചെയ്യാറില്ല. അതവിടെ ഇരിക്കും, ചീത്തയാവും, നെക്സ്റ്റ് ടൈം പിന്നെയും വാങ്ങിക്കും, ഒരു വട്ടം യൂസ് ചെയ്യും. ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും അങ്ങനെ വാങ്ങുന്നില്ല, ഇതുപോലെ വാങ്ങി വെച്ച് ഇതിനെ ടേക്ക് കെയർ ചെയ്യാം എന്നുള്ളൊരു പ്രിൻസിപ്പിൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് നമ്മുടെ ഷൂ റാക്ക്. ഇത് കുറച്ച് ഫ്ലോപ്പായിരുന്നു, നമ്മൾ ഒട്ടിച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ അതിനകത്തും സെറ്റ് ചെയ്തു. പിന്നെ ഇന്ന് എൻ്റെ ഡേ കംപ്ലീറ്റ് ആക്കിയത് ഈ പ്ലാൻസ് തന്നെയാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്കിത് വാങ്ങിച്ച ശേഷം ഭയങ്കര സന്തോഷമാണ്. ഇതവിടെ വെച്ച സമയത്ത് എനിക്ക് എന്തോ റൂം കംപ്ലീറ്റ് ആയെന്നൊരു ഫീലൊക്കെ കിട്ടി. അങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷം കിട്ടുമെങ്കിൽ അതങ്ങ് ചെയ്യണം. അതിപ്പം സ്പേസ് എങ്കിൽ സ്പേസ്, ടൈം എങ്കിൽ ടൈം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതെന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരിക്കും. കാരണം ആ ഒരു ഡേ എനിക്ക് കംപ്ലീറ്റ് ആയത് ഈ ഒരു പരിപാടി ചെയ്തപ്പോഴും എനിക്കെന്തോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനും ഭയങ്കര ഒരു സന്തോഷം കിട്ടി. പിന്നെ ആ കോർണറിലേക്ക് നോക്കുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പിനെസ്സും.